നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അപ്പൊ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ഒരു ചോദ്യം ഉണ്ടായിരിക്കും, ഇവളെന്തിനാ എന്നും വന്നിട്ട് ഈ സബ്സ്ക്രൈബ് ചെയ്യേ ലൈക്ക് ചെയ്യുന്നൊക്കെ പറയണേന്ന്. അപ്പൊ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരുടെ അല്ല കേട്ടോ, കാരണം ആദ്യമായിട്ട് കയറി കാണുന്ന ആൾക്കാരൊക്കെ കാണും. അപ്പൊ അവരോടായിട്ടാ പറയണേ. അപ്പം മറ്റുള്ളവർക്ക് അതിൽ ബുദ്ധിമുട്ടായിട്ട് തോന്നരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണാനായിട്ട് പോകുന്ന ഒടുവില് ഹരിയെ തെളിവെടുപ്പിനായിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. ആ സമയത്ത് ഗേറ്റൊക്കെ അടച്ചിട്ടിരിക്കുക. പോലീസുകാർ പിന്നീട് മനുശങ്കറിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് ഗേറ്റ് തുറക്കാൻ പറഞ്ഞിട്ട്. പോലീസുകാർ ഹരിയെ കൊണ്ട് തെളിവെടുപ്പിന് വന്നെന്നറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും കമലയുടെ നെഞ്ചു പൊട്ടി. കമല വലിയ ആളെ കളിച്ചിട്ട് വൈജയന്തിയോട് കുറെ കുറ്റങ്ങളൊക്കെ പറഞ്ഞു ഏൽപ്പിച്ച രോഹിത്ത് കാരണമാണ് എൻ്റെ മൗനി ഈ അവസ്ഥ ഉണ്ടായിരിക്കുന്നത്, എല്ലാത്തിനും കാരണം രോഹിയാന്നൊക്കെ ഉള്ളത്. പക്ഷെ ഹരിയാണ് ഇതിന് പിന്നിലെന്നുള്ള കാര്യം നന്നായിട്ട് കമലയ്ക്കറിയാം. പക്ഷെ സ്വന്തം മോനെ അങ്ങോട്ട് ഒറ്റ കൊടുക്കാനായിട്ട് കമലയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. രോഹിത ഇതിന്റെ പിന്നിലെന്ന് പറയുമ്പോൾ എന്തോ ഒരു മനസ്സുഖം അത് കമലയ്ക്കുണ്ടായിരുന്നു. സ്വന്തം മോനെ കുറ്റപ്പെടുത്തി മറ്റുള്ളവരുടെ മുന്നിൽ അവതരിപ്പിക്കാനുള്ള ബുദ്ധിമുട്ട്. അങ്ങനെ പോലീസ് വന്നെന്നറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും മനു പുറത്തേക്ക് ഇറങ്ങി പോവാ. അപ്പോഴേക്കും കമല വന്നിട്ട് ചോദിച്ചു, എന്താടാ മോനെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതെ, പൊന്നുമോനെ കൊണ്ടുവന്നിട്ടുണ്ട് പോലീസ് തെളിവെടുപ്പിനായിട്ട്. ഹരിയായോ? കമല അന്താളിച്ചു പോയി. അതെ. അയ്യോ എടാ മോനെ, അത് കൂടുതലൊന്നും പറയണ്ട എന്ന് പറഞ്ഞു. എന്നിട്ട് മനുശങ്കറും കൂടെ ഇറങ്ങിച്ചെന്ന് ഗേറ്റ് തുറക്കുമ്പോഴത്തേനും പോലീസ് ഇപ്പം അകത്തേക്ക് കയറി. ആ സമയത്ത് ഹരിശങ്കർ അതിനകത്തിരിക്കുന്നത് മനു കണ്ടു. മനുവിനെ ഹരിശങ്കർ ഇങ്ങനെ നോക്കുവാണ്. ആ സമയത്ത് പോലീസുകാർ പറഞ്ഞു ഇറങ്ങി വാടാന്ന് പറഞ്ഞുകൊണ്ട് അവനെ വിളിക്കുവാണ്. അങ്ങനെ ഹരിശങ്കറിനെ ഇറക്കി. ഈ സമയത്ത് കമല ഹാളിൽ തന്നെ നിൽക്കുവാണ്. കമലയ്ക്ക് എന്ത് ചെയ്യണം നടത്തില്ല, വല്ലാത്തൊരു വീർപ്പുമുട്ടലും കാര്യങ്ങളുമായിരുന്നു. ദൈവമേ, തൻ്റെ മോനെ കൊണ്ട് പോലീസ് വരുന്നത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു കാഴ്ച കാണാനായിട്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു മനസ്സ് നിറയെ ഉണ്ടായിരുന്നേ. ഈ സമയത്ത് സുലോചന ഹോസ്പിറ്റലിലേക്ക് ചെല്ലുവാണ് ബാലേന്ദ്രനെ കാണാനായിട്ട്. സുലോചനയ്ക്ക് നല്ല ടെൻഷനാ. ബാലേന്ദ്രൻ എന്ത് പറ്റി, എങ്ങനെയാ, മൈനർ അറ്റാക്ക് എന്നൊക്കെയാണെന്നാ ഗോവർദ്ധനം വിളിച്ചിട്ട് പറഞ്ഞത്. അങ്ങനെ ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് എന്ന് കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ്റെ സുലോചനയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര വല്ലാത്തൊരു ടെൻഷനായി. സുലോചനയോട് ചോദിച്ചു, സുലോചന അല്ല രോഹിത്തിന്റെ കാര്യം വല്ലതും അറിഞ്ഞോ? ഇത് കേട്ടപ്പോൾ സുലോചന പറഞ്ഞു, അതിനെക്കുറിച്ച് എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയത്തില്ല ബാലേട്ട. ഇപ്പം ഗോവർദ്ധനേട്ടൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ കാര്യങ്ങളൊക്കെ അറിയണേന്ന് പറഞ്ഞു. അല്ല ഏട്ടനിത് എന്താ പറ്റിയത്? എന്ത് പറ്റാനാ ഇനി ഇത് കൂടുതൽ? ജീവിച്ചിരിക്കണ സമയത്ത് എന്തൊക്കെ കണ്ടാലും കേട്ടാലും എന്ന് പറഞ്ഞു. ഇതിനേക്കാളും ഭേദം കൂടെ മരിച്ചു പോകുന്നതായിരുന്നു നല്ലത്. ഏട്ടാ ഇങ്ങനൊന്നും പറയരുത്, ഏട്ടൻ എന്തിനാ ഇങ്ങനെയൊക്കെ പറയണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുലോചന സമാധാനിപ്പിക്കുകയാണ് ബാലേന്ദ്രനെ. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു, നിനക്കറിയത്തില്ലാത്തോണ്ടാ, അവന് വേണ്ടുന്ന എല്ലാം പറയുന്ന എല്ലാം വാങ്ങിച്ചു കൊടുത്തു. അവൻ പഠിക്കുന്ന കുട്ടിയല്ലേ, കാരണം എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ അവൻ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അത് കേട്ട് കഴിഞ്ഞപ്പോൾ സുലോചന പറഞ്ഞു, ആ ഹരിയുടെ കൂട്ടല്ലേ, അവനായിരിക്കും ഇതിന്റെ പിന്നില്. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു, കുഞ്ഞു കൊച്ചൊന്നും അല്ലല്ലോ, ഇവനെ ആരും എടുത്തോണ്ട് പോയതൊന്നും അല്ലല്ലോ, ഇവൻ അങ്ങോട്ടേക്ക് പോയതല്ലേ, ഇവനറിയായിരുന്നല്ലോ കാര്യങ്ങളൊക്കെ. എന്നിട്ട് പിന്നെ ഇവൻ എന്തിനാ അങ്ങോട്ട് പോയി കയറി കൊടുത്തേന്നൊക്കെ ചോദിച്ചു. ബാലേട്ടൻ ഇപ്പം അതിനെക്കുറിച്ചൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. അല്ല വൈജേച്ചി അറിഞ്ഞ കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അലീനയോട് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അലീന ഇപ്പോൾ വീട്ടിലുള്ളൂ, എനിക്ക് ഭയങ്കര ടെൻഷൻ ആവുന്നുണ്ട് സുലോചന എന്ന് പറഞ്ഞു. അതെ ബാലേട്ട, ടെൻഷൻ അടിക്കാതിരിക്കുക, ഒന്നും സംഭവിക്കില്ല. ഗോവർദ്ധനേട്ടൻ വക്കീലിനെ കാണാൻ പോയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ രോഹത്തിനെയൊക്കെ ജാമ്യത്തിൽ ഇറക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണേ. അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, അല്ല അവനെ ചിലപ്പോൾ പോലീസുകാർ ഉപദ്രവിക്കുമായിരിക്കും ഇല്ലേ, അത് പിന്നെ ഇങ്ങനൊരു കേസ് പിടിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് അറിയത്തില്ല. എന്നാലും രോഹി ഇതെങ്ങനെ തോന്നി ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്? അവന് ഇങ്ങനത്തെ സ്വഭാവമായിരുന്നോ? ഇത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. ഈ ഇടയായിട്ട് അവൻ്റെ സ്വഭാവത്തിൽ കുറേ വ്യത്യാസങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അലീന എന്നോട് പറഞ്ഞ അവനെ ഒന്ന് സൂക്ഷിക്കണമെന്ന്. കാരണം അവനില്ലാത്ത പല സ്വഭാവങ്ങളുണ്ട്. എല്ലാ ഹരിയോടൊപ്പം ചേർന്നിട്ട് ഹരിയുടെ കൂട്ടുകെട്ടാ. അവനെ ഞാൻ താക്കീത് ചെയ്തതാ, ഹരിയോടൊപ്പമുള്ള കൂട്ടിൻ്റെ അത്ര ശരിയല്ലാന്ന്. പക്ഷേ എങ്കിൽ എൻ്റെ അവൻ പുല്ല് വിലയെ കളിപ്പിച്ച് ഇപ്പം കണ്ടില്ലേ, മകനായി പോയില്ലേ. ലോക്കപ്പില കിടന്ന് ഇടികൊള്ളുന്ന ഒരച്ഛന് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല, പുറത്തിറക്കിയല്ലേ മതിയാവുള്ളൂ. അത് കേട്ടപ്പോൾ സുലോചന പറഞ്ഞു, ഏട്ടാ സമാധാനമായിട്ടിരിക്കുക, ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല, ഞങ്ങളൊക്കെ ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രനെ ആശ്വസിപ്പിച്ചു. ഞാനേ വൈജയന്തിനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ വൈജയന്തിയുടെ അടുത്തേക്ക് പോവാണ്. അതേ സമയത്ത് ഹരിയെ വീട്ടിനകത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് പോലീസുകാർ തെളിവെടുപ്പ് നടത്തുവാണ്. കമലയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കമലയുടെ മുന്നിൽ ഹരി തല ഉയർത്തി പിടിച്ചു പോലില്ല, തല കുടിച്ച് നിൽക്കുവാണ്. ആകെപ്പാടെ വല്ലാത്തൊരു നാണക്കേടും കാര്യങ്ങളൊക്കെ ആയിരുന്നു.
പിന്നെ അവരുടെ മുന്നിൽ വെച്ച് കമലയുടെ മുന്നിൽ വെച്ച് ഹരിക്കിട്ട് അടി കൊടുക്കുന്നുണ്ട്. ഹരി ആകപ്പാടെ വല്ലാത്തൊരവസ്ഥ നിൽക്കുക. ഹരിയുടെ കോലം കണ്ടു കഴിഞ്ഞപ്പോൾ കമലയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല. പക്ഷേ എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? കമലയ്ക്കൊന്നും ചെയ്യാനും പറയാനും പറ്റില്ല. പോലീസുകാർ അമ്മാതിരിയാണ് ഹരിയെ പറഞ്ഞതും അതുപോലെ കമലയൊക്കെ പറഞ്ഞതും. നിങ്ങൾ വളർത്തിവിട്ടതിൻ്റെ വളർത്തുദോഷമാണെന്നൊക്കെ പറഞ്ഞ് കുറേ ചീത്തയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇവൻ പാവം പിടിച്ചൊരു പെൺകുട്ടീനെ പിച്ച് ചീന്തിയിട്ട് യാതൊരു ഉളുപ്പില്ല നിൽക്കുന്ന കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും കമല പറഞ്ഞു, എൻ്റെ മോനെ അങ്ങനെ തെറ്റ് ചെയ്യില്ല, എല്ലാവരും രോഹിത് കാരണമൊക്കെ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പോലീസുകാരൻ പറഞ്ഞു, രോഹിത് കാരണമാണോ അല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും പുറത്ത് വന്നിട്ടുണ്ട്. ഇവൻ വള്ളി പുള്ളി വിടാതെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവനുള്ള സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. എല്ലാത്തിനും മാസ്റ്റർ ബ്രെയിൻ ഇവനാന്ന് പറയാണ്. അങ്ങനെ ഹർഷനെ കൊണ്ടുവന്ന് തെളിവെടുപ്പൊക്കെ നടത്തിക്കുവാണ്. ഈ സമയത്ത് കമല ആകപ്പാടെ തകർന്നു പോയി, നെഞ്ചു പൊട്ടിപ്പോയി. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ആരോട് എന്ത് പറയാനായിട്ടാ. അങ്ങനെ തെളിവെടുപ്പൊക്കെ നടത്തി അവനെ കൂടെ കൂട്ടിക്കൊണ്ട് പോകുന്ന സമയത്ത് മനുശങ്കർ പറഞ്ഞു, അമ്മയ്ക്ക് ഇപ്പം സമാധാനമായി കാണുമല്ലോ. എൻ്റെ മോൻ ഭയങ്കര പുണ്യാളാ, അവനൊരു തെറ്റും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് നാണമുണ്ടോ? എന്നിട്ട് വീണ്ടും ന്യായം കുടിച്ചുകൊണ്ടിരിക്കുക അവനെ. അത് കേട്ടൻ പറഞ്ഞു, എല്ലാ രോഹിത് കാരണം മിണ്ടരുത്. രോഹിത്തിനെ കൊണ്ട് പിഴപ്പിച്ച അമ്മയുടെ മോൻ തന്നെയാ. അവൻ നല്ലൊരു ചെക്കനായിരുന്നു. അമ്മയുടെ മോനെ എല്ലാത്തിനും കാരണം. ഇനിയിപ്പോൾ അവനെ കുറ്റപ്പെടുത്തിക്കോളാനൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുവാണ്. എടാ മോനെ, എങ്ങനെയെങ്കിലും അവനെ ഒന്ന് ജാമ്യത്തിലിറക്കാൻ നോക്കണം. മിണ്ടരുത്. ജാമ്യത്തിലിറക്കാൻ ഞാൻ ചെന്നിട്ടുണ്ടെങ്കിൽ എന്നെയും കൂടെ പിടിച്ചകത്തിടും. കാരണം അത്രമാത്രം നല്ല കാര്യമാണല്ലോ മോൻ ചെയ്തു വെച്ചിരിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് മനുശങ്കർ വന്നതൊക്കെ മനുശങ്കറും പറയുന്നുണ്ട്. സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതേ സമയത്ത് സുലോചന നേരെ വൈജയന്തിയുടെ അടുത്തേക്ക് എല്ലുവാണ്. വൈജയന്തി ആകപ്പാടെ വെപ്രാളപ്പെട്ടിരിക്കുക, എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. അങ്ങനെ വൈജയന്തിയുടെ അടുത്ത് എന്നിട്ട് സുലോചന എങ്ങനെയുണ്ട്, കുറവുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. ആ സമയത്ത് വൈജയന്തി പറഞ്ഞു, കുറവുണ്ട്, പക്ഷെ ഇപ്പം മനസ്സിനാ പ്രശ്നം. അല്ല, രോഹിത്തിൻ്റെ കാര്യം വല്ലതും അറിഞ്ഞോ സുലോചന എന്ന് ചോദിച്ചു. ഒന്നും അറിയത്തില്ല, പോലീസ് ലോക്കപ്പിലാന്ന് മാത്രം അറിഞ്ഞു, ബാക്കി കൂടുതലായിട്ടൊന്നും അറിയത്തില്ല. ഗോവർദ്ധനായിട്ടും പോയിട്ടുണ്ട് വക്കീലിനെ കാണാനായിട്ടെന്ന് പറഞ്ഞു. എല്ലാം അവള് കാരണം, അലീന. അവൾ ആ കുടുംബത്തിലേക്ക് വലതുകാലി വെച്ച് കയറി വന്നതിന് ശേഷം ഓരോരോ പ്രശ്നങ്ങൾ ആ കുടുംബത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കണേ. അത് കേട്ടതും സുലോചന പറഞ്ഞു, ദേ വെറുതെ എന്തിനാ അലീനെ കുറ്റപ്പെടുത്തുന്നേ? അതിന് അവൾ എന്ത് തെറ്റാ ചെയ്തതെന്ന് ചോദിച്ചു. അവളാണോ രോഹിത്തിനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്? ഇത് കേട്ടത് വൈജയന്തി പറഞ്ഞു, അവൾ വന്നില്ലായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു. ദേ വൈജയേച്ചി, വെറുതെ ഇനിയും ആ അലീന എന്ന് പറയുന്ന കൊച്ചിനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. അതിന് മാത്രം ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവളിപ്പോൾ വീട്ടിലുള്ളതുകൊണ്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ ഭംഗിക്ക് നടക്കുന്നു. എന്തായാലും ചേച്ചി അവളെ കുറ്റപ്പെടുത്തുന്നു. നാണമുണ്ടോ ചേച്ചിക്ക് ഇങ്ങനെയൊക്കെ പറയാനായിട്ട്? അത് കേട്ടതും വൈജയന്തി പറഞ്ഞു, അല്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമായിരുന്നോ? ഞാൻ ആ വീട്ടിൽ കാണത്തില്ലായിരുന്നു. അത് ചേച്ചിയുടെ കയ്യിലിരിപ്പുണ്ട്. പാവം ബാലേട്ടന് ഇതറിഞ്ഞു കഴിഞ്ഞപ്പോൾ നെഞ്ചു പൊട്ടി ഇവിടെ തന്നെ ഉണ്ട്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ വൈജയന്തി പറഞ്ഞു, മക്കളെ നന്നായിട്ട് വളർത്തണം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സുലോചന ചോദിച്ചു, അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, വൈജേച്ചി ആ വീട്ടിൽ തന്നെ ആയിരുന്നല്ലോ ഇത്രയും കാലം, ഇപ്പൊ കുറച്ച് നാളല്ലേ ആയിട്ടുള്ളൂ ഹോസ്പിറ്റലായിട്ട്. അപ്പോൾ വൈജേച്ചിക്ക് മകനെ നേരെയാക്കാൻ മേലായിരുന്നു എന്ന് ചോദിച്ചു. സുലോചനയ്ക്ക് സർവ്വ നിയന്ത്രണം വിട്ടായിരുന്നു. കാരണം ഇങ്ങനെ കിടക്കുവാണെങ്കിലും വൈജയുടെ നാവിന് കുറവില്ല. കാരണം തൻ്റെ മോന് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അലീനയാണ്. അലീനയെ കുറ്റപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. പിന്നെ സുലോചനയ്ക്ക് ഇഷ്ടപ്പെടുമോ? കുറച്ച് കഴിഞ്ഞപ്പോൾ സുലോചന പിന്നീട് വൈജയൻ്റെ അടുത്ത് നിന്ന് പോന്നു. കാരണം അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ താൻ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞു പോകുന്നു സുലോചനയ്ക്ക് തോന്നി. ഇതേ സമയത്ത് അലീന ഗോവർദ്ധനെ വിളിച്ചിട്ട് ചോദിച്ചു, അങ്കിളെ വക്കീലിനെ കണ്ടോ? വക്കീൽ എന്ത് പറഞ്ഞെന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും ഗോവർദ്ധനം പറഞ്ഞു, വക്കീലിനെ കണ്ട് സംസാരിച്ചിട്ടുണ്ട്, പക്ഷേ എങ്കിൽ ഇത്ര ബുദ്ധിമുട്ടുള്ള കേസാണ്, അന്വേഷിക്കട്ടെ എന്നാ പറഞ്ഞു. അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ പറയാം. കാരണം അത്ര പെട്ടെന്ന് നിസ്സാരമായിട്ട് ജാമ്യം എടുത്ത് പോകാനൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ അലീനയ്ക്ക് ഭയങ്കര സങ്കടമായി. ആ സമയത്ത് കൃഷ്ണമോൾ അങ്ങോട്ടേക്ക് വരുന്നേ. കൃഷ്ണമോൾ വന്നിട്ട് ചോദിച്ചു, അലീന ചേച്ചി എന്തായി? അങ്കിളിനെ വിളിച്ച് സംസാരിച്ചോ? രോഹിത്തേട്ടനെ പുറത്തിറക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല മോളെ. സാധാരണ കേസാണ്, പ്രശ്നമില്ലായിരുന്നു. ഇതിപ്പോൾ അങ്ങനത്തെ ഒരു കേസല്ലല്ലോ. പിടിച്ചു പറയുക മോഷണമൊന്നുമല്ല, പെണ്ണ് കേസല്ലേ. അകത്ത് പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അച്ഛൻ്റെ കാര്യം ഓർത്തിട്ട് എനിക്ക് നല്ല വിഷമമുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ കൃഷ്ണമുള്ളു പറഞ്ഞു, അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളെന്താ സ്കൂളിലും കോളേജിലൊക്കെ പോകാത്തതെന്ന് എന്നോടും ഭവിതേച്ചിയോടൊക്കെ ചോദിച്ചു. പോയില്ല എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷേങ്കിൽ ഇപ്പം അമ്മ അറിഞ്ഞു കഴിയുമ്പോൾ എന്താവുമെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു. അലീന പറഞ്ഞു, തൽക്കാലത്തേക്ക് നിങ്ങളൊന്നും പറയാൻ പോകണ്ടെന്ന് പറഞ്ഞു. പക്ഷേ വൈജയന്തി അറിഞ്ഞ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ അവർക്കൊട്ട് അറിയത്തും ഉണ്ടായിരുന്നില്ലല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോൾ വൈജയന്തി വിളിക്കുകയാണ് ബബിതയെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, നീ എന്താടി കാര്യങ്ങൾ പറയായിരുന്നേ? രോഹിത്തിനെ പോലീസ് വിളിച്ചുകൊണ്ട് പോയത് കാര്യം പറയായിരുന്നേ എന്താന്നൊക്കെ ചോദിച്ചുകൊണ്ട് ബബിതയോട് ദേഷ്യപ്പെടുവാണ്. അത് കേട്ടതും ബബിതയൊന്നും ഞെട്ടി. അമ്മ എങ്ങനെ അറിഞ്ഞു എന്നൊരു ചിന്തയായിരുന്നു ബബിതയുടെ ഉള്ളിൽ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ഇനി എന്തായി തീരുമെന്ന് അറിയത്തില്ല. എന്താണെങ്കിലും
ഹരിയെ നല്ല രീതിയിൽ ചോദ്യം ചെയ്യുമ്പോൾ അവനുള്ള സത്യങ്ങൾ മൊത്തം പറയും. ഇതിനു മുമ്പ് അവ കാണിച്ചു കൂട്ടിയതെല്ലാം പറയും. അങ്ങനെ വരുമ്പം അലീനയെ ചോദ്യം ചെയ്യുന്നുണ്ട്. അലീന ഇനി ലൈംഗികമായി ചൂഷണം ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ അവർക്ക് അറിയുകയും ചെയ്യണം. അതിന് വേണ്ടിയിട്ട് അലീനയെ കൂട്ടിക്കൊണ്ടൊക്കെ പോകുന്നുണ്ട്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. എന്താണെങ്കിലും രോഹിത് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവൻ്റെ ഒരു കാഴ്ചക്കാരനായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അവനെ പുറത്തിറക്കാനായിട്ട് അലീന ശ്രമിക്കുക തന്നെ ചെയ്യും. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.